എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സാധാരണ A4 ഷീറ്റൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് വീട്ടിൽ തന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുക എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു നോട്ട്ബുക്കാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ കുറച്ച് പിക്ചേഴ്സ് ഞാൻ ഫോണിൽ നിന്ന് ട്രേസ് ചെയ്തിട്ട് ഇതിലേക്ക് എടുത്തതാണ്. അതായത് 2 ഹെലോ കിറ്റിയുടെ പിക്ചറും പിന്നെ 2 കോട്ടും അതുപോലെ യൂണിക്കോണിൻ്റെ പിക്ചറൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ പിക്ചേഴ്സിനെ ഒന്ന് കളർ ചെയ്യാം. അപ്പം കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെച്ച് പെന്ന് യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, കളർ പെൻസിൽ യൂസ് ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് നിങ്ങൾക്കിത് കളർ ചെയ്യാം. അപ്പം ഞാനിപ്പം ഇത് വാട്ടർ കളർ പെന്നാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ട്രയൽ പോലെ നോക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നത്. കാരണം ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ വാട്ടർ കളർ പെൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ സെപ്പറേറ്റ് തന്നെ ഇടാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് കളർ ചെയ്ത് എടുക്കാം. നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മളിതൊന്ന് കളർ ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്കേഴ്സിൻ്റെ ഒക്കെ ട്രേസ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഞാനിപ്പോൾ ഇത് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്, സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ അധികം എന്താ പറയുക, അടുപ്പിച്ച് കട്ട് ചെയ്യരുത്. കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എല്ലാ സ്റ്റിക്കേഴ്സും ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് സെല്ലോ ടേപ്പാണ്. അപ്പം ഈ ഒരു രീതി ഫസ്റ്റ് മെത്തേഡിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പേപ്പറിൻ്റെ മുകളിൽ ഇതുപോലെ സെല്ലോ ടേപ്പ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെല്ലോ ടേപ്പ് കുറച്ച് വീതിയുള്ള ടൈപ്പ് സെല്ലോ ടേപ്പ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അതിപ്പം അങ്ങനത്തെ സെല്ലോ ടേപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ സാധാരണ സെല്ലോ ടേപ്പ് ഇങ്ങനെ 2-3 എണ്ണം ഇങ്ങനെ എന്താ പറയുക അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഗ്യാപ്പില്ലാതെ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റിക്കേഴ്സ് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ അവിടുന്ന് ഞാനിപ്പം ടേബിൾ മേൽ വെച്ചിട്ടാണ് ഒട്ടിച്ചത്. അപ്പം ഇതൊരു മാർബിൾ പോലത്തെ ഒരു ടേബിളാണ്. അപ്പം ഇത് ഇളക്കിയെടുത്തു. ഇനി ഞാനിതൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്യാണ്.
കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒരു സ്റ്റിക്കർ പേപ്പറിൻ്റെ മുകളിലേക്ക് ഇത് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇത് സ്റ്റിക്കർ പേപ്പറാണ്. അപ്പം ഇതിൻ്റെ ഒരു സൈഡ് കുറച്ചിങ്ങനെ ഗ്ലോസി ആയിട്ടും മറ്റേ സൈഡ് കുറച്ച് സാധാരണ പേപ്പർ പോലെയാണ് ഉണ്ടാവുക. അപ്പം ഞാൻ ആ ഒരു സ്റ്റിക്കർ ഇതിൻ്റെ മുകളിലേക്ക്, അതായത് ഈ ഗ്ലോസി സൈഡിലേക്കാണ് ഞാൻ ഒട്ടിക്കാൻ പോകുന്നത്. ഇനി നമുക്കിത് ഒന്നും കൂടെ നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇത് ഇളക്കിയെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അടുത്ത സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ യൂണിക്കോണിൻ്റെ പിക്ചറാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ടേബിളിൻ്റെ മേലെ ഇതുപോലെ സെല്ലോ ടേപ്പ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ യൂണിക്കോണിൻ്റെ സൈസിൻ്റെ അനുസരിച്ചിട്ട്, ഏകദേശം സൈസിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിക്കാൻ. ഞാനപ്പോൾ ഇത് 3 ലെയറായിട്ട് 3 പ്രാവശ്യം സെല്ലോ ടേപ്പ് അടുപ്പിച്ചൊട്ടിച്ചപ്പോഴാണ് എനിക്ക് ഏകദേശം ആ ഒരു യൂണിക്കോണിൻ്റെ സൈസ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ സെല്ലോ ടേപ്പ് നമ്മൾ ടേബിളിൻ്റെ മേലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ യൂണിക്കോണിനെ എടുത്തിട്ട് ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ചില്ലേ, അതിൻ്റെ മുകളിലേക്കാണ് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും സെല്ലോ ടേപ്പ് ഒട്ടിക്കണം. ഈ കാണിക്കുന്ന പോലെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് താഴെയും മേലെയും സെല്ലോ ടേപ്പും അതിൻ്റെ നടുക്കിൽ നമുക്ക് വേണ്ടുന്ന പിക്ചറുമാണ് വേണ്ടത്. ഇനി ഞാൻ ഈ ഒരു സെല്ലോ ടേപ്പിനെ ആ ടേബിളിൻ്റെ മേലെ നിന്ന് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ താഴെ ഭാഗത്ത് ഗമ്മുള്ള സ്റ്റിക്കർ തന്നെ നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് ബുക്കിൽ ഒട്ടിക്കണമെങ്കിൽ ഒട്ടിച്ച് വെക്കാം. അതല്ല നമുക്കിത് പിന്നീട് ആവശ്യത്തിനാണ് എടുക്കേണ്ടെങ്കിൽ ഇത് ഒന്നുകിൽ സ്റ്റിക്കർ പേപ്പറിൻ്റെ മേലെ ഒട്ടിച്ച് വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മേലെ ഒട്ടിച്ച് വെക്കാം. അത് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. വീഡിയോ ഫുൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഹലോ കിറ്റിയുടെ ഫേസിൻ്റെ പിക്ചറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കുറച്ചിങ്ങനെ അടുപ്പിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അടുപ്പിച്ച് കട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ലാസ്റ്റ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്.
ഇനി ഞാൻ എടുക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ മേടിക്കുമ്പോഴൊക്കെ കവറിലിട്ട് കിട്ടില്ലേ, ആ ഒരു കവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്തെടുത്ത പിക്ചേഴ്സ് ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ചെയ്ത പോലെ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ സെല്ലോ ടേപ്പ് ഒട്ടിക്കും. സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ഷേപ്പിനനുസരിച്ചിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിക്കും. സെല്ലോ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിനെ ഓരോ സ്റ്റിക്കേഴ്സായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മളിങ്ങനത്തെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചു എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ സ്റ്റിക്കറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇളക്കി കളഞ്ഞിട്ടാണ് നമ്മൾ ഇത് ബാക്കി ബുക്കിനൊക്കെ ഒട്ടിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു നമ്മൾ ഈ തൽക്കാലത്തേക്ക് ഇത് ഇവിടെ ഒട്ടിച്ച് വെച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര സ്റ്റിക്കേഴ്സ് വേണമെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് വരച്ചെടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബുക്കിൽ എങ്ങാനും കണ്ടാൽ കട്ട് ചെയ്തെടുക്കുകയോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് നമുക്ക് സ്റ്റിക്കേഴ്സായിട്ട് യൂസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.